ആദ്യം PM ശ്രീ അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞു. അധികാരത്തിലെത്തിയപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നമ്മളെല്ലാവരും കാണുന്നു. വാഗ്ദാനങ്ങളും പ്രഖ്യാപനങ്ങളും മാത്രമല്ല, പ്രാവർത്തികമാക്കാൻ കഴിയുന്ന പ്രായോഗിക നിലപാടുകളാണ് പ്രധാനം എന്നുള്ളതാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ. അതുകൊണ്ട് ജീവിതം കൊണ്ട് പ്രാവർത്തികമാക്കുക, നിലപാടുകൾ കൊണ്ട് പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്. ഒരു കാര്യം വ്യക്തമായി, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പോർമുഖം തുറന്നിരിക്കുന്നു. ഈ പോർമുഖം തുറന്നതിന് എന്തെങ്കിലും ഒരു കാര്യം കാണുമല്ലോ. പട്ടര് വെള്ളത്തിൽ ചാടണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കാണാതെ പട്ടര് വെള്ളത്തിൽ ചാടത്തില്ല എന്ന് ഒരു നാടൻ പ്രയോഗമുണ്ട്. എന്താണ് ലീഗിനെ പ്രകോപിപ്പിച്ചത്? അടൂർ പ്രകാശ് നടത്തിയ പത്രസമ്മേളനമാണ്. പത്രസമ്മേളനത്തിൽ അടൂർ പ്രകാശ് എന്താണ് പറഞ്ഞത്? കഴിഞ്ഞ ഗവൺമെൻറ് PMC നടപ്പിലാക്കാം എന്ന് പറഞ്ഞൊരു എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചിരുന്നു, ഒരു MOUയിൽ ഒപ്പുവെച്ചിരുന്നു. അതിൽ നിന്ന് സംസ്ഥാനത്തിനായിട്ട് പിന്മാറാൻ സാധ്യമല്ല, കേന്ദ്ര സർക്കാരിന് പിന്മാറാൻ കഴിയുള്ളൂ. ഇതാണ് അടൂർ പ്രകാശ് പറഞ്ഞിരുന്നത്. നമ്മുടെയൊക്കെ ധാരണയും അതുതന്നെയായിരുന്നു. ഇപ്പോൾ കേന്ദ്രമന്ത്രി പറഞ്ഞിരിക്കുന്നു സംസ്ഥാനങ്ങൾക്ക് ഏകപക്ഷീയമായി പിന്മാറാം എന്ന്. കേന്ദ്രമന്ത്രിയാണ് പറയുന്നത്. ഏകപക്ഷീയമായി പിന്മാറാൻ കഴിയുമെങ്കിൽ അത് പിന്മാറട്ടെ, അല്ല വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ PMC ഇവിടെ നടപ്പിലാക്കണോ വേണ്ടയോ എന്നുള്ളതിനേക്കാൾ കൂടുതൽ അത് പിന്മാറാൻ കഴിയുമെങ്കിൽ പിന്മാറുന്നതായിരിക്കും നല്ലത് എന്ന് കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവനയുടെ പശ്ചാത്തലത്തിൽ ലീഗിന് അത് നിസ്സാരമായി എടുക്കാമെന്ന ഒരു കാര്യത്തിനപ്പുറം അടൂർ പ്രകാശ് നടത്തിയ പത്രസമ്മേളനത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാര്യം. ലീഗിൻ്റെ ആളായിരുന്നല്ലോ വിദ്യാഭ്യാസ മന്ത്രി, അദ്ദേഹത്തിൻ്റെ നിലപാട് എന്തായിരുന്നു? അദ്ദേഹം ആദ്യം അതല്ലേ പറഞ്ഞിരുന്നത്, കേന്ദ്രവുമായി ഒരു MOU ഒപ്പുവെച്ചിട്ടുണ്ട്, നമുക്ക് മാത്രമായി പിന്മാറാൻ കഴിയില്ല. അതുതന്നെയാണ് അടൂർ പ്രകാശും പറഞ്ഞത്. ഇത് തന്നെയാണ് ഒരു പ്രാവശ്യം കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. അപ്പോൾ അടൂർ പ്രകാശ് പറഞ്ഞതിൽ പിടിച്ച് ബഹളം ഉണ്ടാക്കേണ്ട കാര്യങ്ങൾ ഒന്നുമില്ല യഥാർത്ഥത്തിൽ. മറിച്ച് ലീഗിൻ്റെ അജണ്ട മറ്റു ചിലതാണ്. അവിടേക്ക് പോകുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ഒരു കാര്യം എനിക്ക് ഓർമ്മിപ്പിക്കാനുണ്ട്. ഈ PMC പദ്ധതിയിലൂടെ 100 കണക്കിന് കോടി രൂപ നമ്മുടെ സംസ്ഥാനത്തേക്ക്, 1000-1500 കോടി രൂപയാണെന്ന് എനിക്ക് തോന്നുന്നത്, നമ്മുടെ സംസ്ഥാനത്തേക്ക് വരും. അത് സർക്കാർ സ്കൂളുകളിൽ മാത്രമേ നടപ്പിലാക്കാൻ ഒക്കുകയുള്ളൂ. സർക്കാർ സ്കൂളുകളിലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണ് പ്രധാനമായിട്ട് ഈ പണം ചിലവഴിക്കേണ്ടത്. മറ്റൊന്ന് സിലബസ് പരിഷ്കരണം. അതിനെ എതിർക്കുന്ന ഒരു കാര്യം, സിലബസ് പരിഷ്കരണം. സെൻട്രൽ സ്കൂളിൻ്റെ സിലബസ്, CBSE സിലബസ്, പിന്നെ മറ്റ് സിലബസുകൾ, കേന്ദ്ര വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ സിലബസുകൾ തീരുമാനിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അവിടെ ധാരാളം സമർത്ഥരായ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവിടോട്ടാണ് നേതാക്കന്മാരൊക്കെ അവരുടെ മക്കളെ വിട്ട് പഠിപ്പിക്കുന്നത്. അതൊക്കെ തീരുമാനിക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്റല്ല, കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഇവിടെ സംസ്ഥാനത്തിൻ്റെ സിലബസ് തീരുമാനിക്കാൻ കഴിയുന്നത് പാവപ്പെട്ട ആളുകളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന പള്ളിക്കൂടത്തിലെ സിലബസ് നമുക്ക് പഠിക്കാം. അതാണ് അവർ പഠിക്കുന്നത്. അത് പലതും കാലഹരണപ്പെട്ട സിലബസാണ്. ആ സിലബസാണ് പഠിക്കേണ്ടത്. അത് പഠിക്കണമെന്നാണ് നേതാക്കന്മാർ തീരുമാനിക്കുന്നതെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. അപ്പോൾ സിലബസ് പരിഷ്കരണവും ഇതുമായിട്ട് വലിയ ബന്ധങ്ങളൊന്നുമില്ല. അതത്ര മാൻഡേറ്ററി അല്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ചർച്ച ചെയ്ത് പരിഹരിക്കാൻ കഴിയാത്തൊരു വിഷയം അതിനകത്തില്ല. അടിസ്ഥാനപരമായ പ്രശ്നം നമ്മുടെ സർക്കാർ സ്കൂളുകളിലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, അതായത് അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഈ പദ്ധതി പ്രയോജനകരമാകുമോ? നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ നല്ല കെട്ടിടങ്ങൾ ഉണ്ടാകണം, നല്ല ഫർണിച്ചർ ഉണ്ടാകണം, പുതിയ കമ്പ്യൂട്ടർ വരണം, വൈദ്യുതീകരിക്കാത്ത ക്ലാസ് റൂമുകൾ വൈദ്യുതീകരിക്കണം, കുട്ടികൾക്ക് മറ്റേ എയ്ഡഡ് സ്കൂളുകളിലെ പോലെ അത്യാവശ്യം നല്ല സൗകര്യങ്ങൾ ആ സ്കൂളുകളിൽ ഉണ്ടാകണം. ഇതൊക്കെയാണല്ലോ ആവശ്യം നമ്മുടേത്. ഇതിനെ എതിർക്കുന്ന ആളുകളാണ് ഈ PMC വേണ്ട എന്ന് പറയുന്നത്. PMC വന്നാലുള്ള കുഴപ്പം എന്താണ്? ചില സർക്കാർ സ്കൂളുകളിലെങ്കിലും ഈ സൗകര്യങ്ങൾ ലഭ്യമാകും. എനിക്ക് ഓർമ്മ വരുന്ന ഒരു കാലത്ത് നവോദയ സ്കൂൾ രാജീവ് ഗാന്ധി കൊണ്ടുവന്നു. വളരെ നല്ലൊരു ആശയമായിരുന്നു. ഗ്രാമപ്രദേശത്തെ ഏറ്റവും സമർത്ഥനായ ഒരു വിദ്യാർത്ഥിക്ക് അവൻ്റെ കഴിവിനനുസരിച്ച് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകണം. അവൻ്റെ കഴിവുകൾ രാജ്യം അറിയാതെ പോകരുത്. അതിനുവേണ്ടിയാണ് നവോദയ സ്കൂളുകൾ കൊണ്ടുവന്നത്. അതുപോലെ തന്നെ നവോദയ സ്കൂളുകളിലെ കുട്ടികളെ എക്സ്ചേഞ്ച് ചെയ്യുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. കേരളത്തിലെ കുട്ടികൾ കുറേ കാലം UPയിലോട്ട് പോകും, UPയിലെ കുട്ടികൾ കുറേ കാലം കേരളത്തിലേക്ക് വരും. അതുപോലെ പല സംസ്ഥാനങ്ങളുമായിട്ട് കുട്ടികൾ തമ്മിലുള്ള ഒരു കൈമാറ്റം. നമ്മുടെ കുട്ടികൾ ഇന്ത്യയെക്കുറിച്ചറിയാൻ, ഒരു സംസ്ഥാനത്തെക്കുറിച്ചറിയാൻ, ആ സംസ്ഥാനങ്ങളിലെ ജനങ്ങളുടെ ജീവിതത്തെക്കുറിച്ചറിയാൻ, ഇതൊക്കെ അനുഗുണമായൊരു വലിയ പദ്ധതിയായിരുന്നു നവോദയ സ്കൂൾ. അന്ന് ഈ നവോദയ സ്കൂളിനെതിരെ കലാപുയർത്തിയാരാണ്? കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരല്ലേ? കേരളത്തിലെ കമ്പ്യൂട്ടറിനെ എതിർത്ത് സമരം ചെയ്തവരാണ്? കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരല്ലേ? ട്രാക്ടറിനെതിരെ ആദ്യം സമരം ചെയ്തവരാണ്? കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരല്ലേ? കുട്ടനാട്ടിലെ
നെൽപ്പാടങ്ങൾ മുഴുവൻ നശിപ്പിച്ച് നാറാണക്കല്ല് വെപ്പിച്ചതാരാണ്? കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരല്ലേ? കേരളത്തിലെ കൃഷിയുടെ ഏറ്റവും വലിയ ശത്രുക്കളാരാണ്? കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരല്ലേ? ഈ കമ്മ്യൂണിസ്റ്റുകാരാണ് ഈ PMCയെ എതിർക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ ഒരു പദ്ധതി എതിർക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, വളരെ ലളിതമായ അർത്ഥം, ഈ പദ്ധതി നമ്മുടെ രാജ്യത്തിന് അനിവാര്യമാണ്, ജനങ്ങൾക്ക് സഹായിക്കുന്ന ഒരു പദ്ധതിയാണ്. ജനങ്ങൾ എന്നും ദാരിദ്ര്യത്തിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ. ദാരിദ്ര്യം ഉണ്ടെങ്കിലല്ലേ കമ്മ്യൂണിസം വളരുകയുള്ളൂ. അവരാണ് PMCയെ എതിർക്കുന്ന പ്രധാനപ്പെട്ട ആളുകൾ. ഇനി PMCയെ എതിർക്കുന്ന രണ്ട് നേതാക്കന്മാരെ കുറിച്ച് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഒന്ന് ബിനോയ് വിശ്വം. ബിനോയ് വിശ്വമാണ് കേരളത്തിലെ ഇപ്പോഴത്തെ മാർക്സ്. അദ്ദേഹമാണ് ഈ കമ്മ്യൂണിസത്തിൻ്റെ ആത്യന്തിക പ്രവാചകനായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. അന്ത്യപ്രവാചകനാണെന്ന് തോന്നുന്നു കമ്മ്യൂണിസത്തിൻ്റെ. അദ്ദേഹം പറഞ്ഞത് ഒരു കാരണവശാലും നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്നാണ്. എനിക്ക് ബിനോയ് വിശ്വത്തിനോട് ചോദ്യം ചോദിക്കാനുള്ളത്. ശ്രീ ബിനോയ് വിശ്വം, സഖാവെന്ന് ഞാൻ വിളിക്കുന്നില്ല, അദ്ദേഹം സഖാവല്ലെന്ന് എനിക്കറിയാം. ശ്രീ ബിനോയ് വിശ്വം, അങ്ങയുടെ കുട്ടികൾ എവിടെയാണ് പഠിക്കുന്നത്? അങ്ങയുടെ മക്കളും ചെറുമക്കളും എവിടെയാണ് ശ്രീ ബിനോയ് വിശ്വം പഠിച്ചത്? ഏത് സർക്കാർ സ്കൂളിലാണ്? താങ്കൾ ഒരു പത്രസമ്മേളനം നടത്തി എൻ്റെ മക്കളും ചെറുമക്കളും ഒക്കെ ഇന്ന സർക്കാർ സ്കൂളുകളിലാണ് പഠിച്ച് എന്നൊരു പത്രസമ്മേളനത്തിൽ വിളിച്ച് പറയാൻ അങ്ങേക്ക് ധൈര്യമുണ്ടോ? പറയൂ. മറ്റൊന്ന്, പിന്നെ എതിർത്തിരിക്കുന്നത് CPMൻ്റെ വി ശിവൻകുട്ടി, മുൻ മന്ത്രിയാണ്. അത് മുൻ വിദ്യാഭ്യാസ മന്ത്രിയാണ്. യാതൊരു എളുപ്പമില്ലാതെ പോയി ഒരു MOUയിൽ ഒപ്പുവെച്ച് വന്നിട്ട് അത് നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് അധാർമികമല്ലേ ശ്രീ ശിവൻകുട്ടി? ശിവൻകുട്ടി, അങ്ങയുടെ മക്കൾ എവിടെയാണ് പഠിക്കുന്നത്? അങ്ങയുടെ ബന്ധുക്കളുടെ മക്കൾ എവിടെയാണ് പഠിക്കുന്നത്? ഏതെങ്കിലും സർക്കാർ സ്കൂളുണ്ടെങ്കിൽ അത് പറയൂ. നിങ്ങൾ പത്രസമ്മേളനം നടത്തി പറയണം, ഞങ്ങളുടെ കുട്ടികളൊക്കെ സർക്കാർ സ്കൂളുകളിലെ ഇന്ന സ്കൂളുകളിൽ ഇന്ന ക്ലാസ്സുകളിലാണ് എൻ്റെ മക്കൾ പഠിച്ചത്, ചെറുമക്കൾ പഠിച്ചതെന്ന് പറയാമല്ലോ. പറയാൻ ധൈര്യമുണ്ടോ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർക്ക്? ധൈര്യമുള്ളവരുണ്ട്, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ. അവർ വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ PMCയെ എതിർക്കുന്നതിൻ്റെ പിന്നിലെ ഗൂഢ താല്പര്യങ്ങളാണ്, നിക്ഷിപ്ത താല്പര്യങ്ങളാണ് ഉള്ളത് എന്നുള്ള കാര്യം വളരെ വ്യക്തമല്ലേ? പക്ഷേ ലീഗ് ഇതൊക്കെ ലീഗിന് അറിയാമെങ്കിലും അവർ കലാപത്തിന് പുറപ്പെട്ടതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അവർ ഫോക്കസ് ചെയ്യുന്നത് ശിവൻകുട്ടിയോ ബിനോയ് വിശ്വത്തിനെയോ വലതു പാർട്ടിയോ ഇടതു പാർട്ടിയോ അല്ല. അവർ ഫോക്കസ് ചെയ്യുന്നത് VD സതീശനെയാണ്. എന്തുകൊണ്ടാണ് അവർ VD സതീശനെ ഫോക്കസ് ചെയ്യുന്നത്? VD സതീശൻ ഒരു നിലപാട് സ്വീകരിച്ചു. മതനിരപേക്ഷത നിലനിർത്താൻ ഏതറ്റം വരെയും പോകും, മതമൗലികവാദികളെ എന്ത് വില കൊടുത്തും ഒറ്റപ്പെടുത്തും. ഇതല്ലേ പ്രശ്നം? ഇതല്ലേ ലീഗിൻ്റെ ഉറക്കം കെടുത്തുന്ന പ്രശ്നം? ആലോചിച്ച് നോക്കണം. അദ്ദേഹം വെള്ളാപ്പള്ളി നടേശനെയും സുകുമാരൻ നായരെയും എതിർത്തപ്പോഴേ നായർ സമുദായത്തിലെയും ഈഴവ സമുദായത്തിലെയും ആളുകൾ അതിനെ സ്വാഗതം ചെയ്തു. നിങ്ങളവരെ കാണാൻ പോകണ്ട, അവർ പറയുന്നൊന്നും അനുസരിച്ചല്ല ഞങ്ങളാരും വോട്ട് ചെയ്യാറുള്ളത്, അതുകൊണ്ട് നിങ്ങളവരെ കാണാൻ പോകേണ്ട കാര്യമില്ല, നിങ്ങളവരെ സന്ദർശിച്ച് അവരെ കൂടുതൽ ശക്തരാക്കാൻ പോകണ്ട എന്നുള്ളതായിരുന്നു ഈ ഇരു സമുദായത്തിലെയും പൊതുസമൂഹത്തിൻ്റെ അഭിപ്രായം. പക്ഷേ ഇതേ VD സതീശനല്ലേ അരമനകൾ കയറി ഇറങ്ങുന്നത്? അദ്ദേഹം ഓർത്തഡോക്സ് സഭയുടെ ഒരു പരമാധ്യക്ഷനെ കാണാനായിട്ട് ദേവലോക അരമനയിൽ പോയ ചിത്രം ഉണ്ടായിരുന്നു. അവിടെ അദ്ദേഹം അവരോടൊപ്പം ആഹാരം കഴിക്കുന്ന ചിത്രം ഉണ്ടായിരുന്നു. അപ്പോൾ VD സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ നിലപാട് വളരെ വ്യക്തമാണ്. അദ്ദേഹം ശത്രുപക്ഷത്ത് കാണുന്ന, അല്ലെങ്കിൽ മതനിരപേക്ഷത നിലനിർത്താൻ അനിവാര്യമെന്ന് അദ്ദേഹം കാണുന്നത് സുകുമാരൻ നായരെയും അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശനെയും ഒതുക്കുന്ന അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കുന്ന ഒരു പദ്ധതിയാണെങ്കിൽ അത്തരം ഒരു പദ്ധതിക്ക് എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയും എന്നതിനെക്കുറിച്ച് സതീശന് തന്നെ ആശങ്കയുണ്ട്. അപ്പോൾ സതീശൻ മതമൗലികവാദത്തിനെ എതിർക്കാൻ ഇറങ്ങുമ്പോൾ, വർഗീയതയെ എതിർക്കാൻ ഇറങ്ങുമ്പോൾ, ഇന്നല്ലെങ്കിൽ നാളെ സതീശൻ്റെ നിലപാടുകളിൽ അദ്ദേഹം ഒന്നുകിൽ വെള്ളം ചേർക്കേണ്ടി വരും, അല്ലെങ്കിൽ മാറ്റം വരുത്തേണ്ടി വരും, അതുമല്ലെങ്കിൽ ഉറച്ചു നിൽക്കേണ്ടി വരും. ഞാൻ മനസ്സിലാക്കിയിടത്തോളം സതീശന് രാഷ്ട്രീയ ഇച്ഛാശക്തിയുള്ള ഒരു നേതാവാണ്, തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ്, അപ്രിയ സത്യങ്ങൾ തുറന്നു പറയാൻ മടിയില്ലാത്ത ആളാണ്. ഒരുപക്ഷേ രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഭാഗമായി അരമനകളെ സന്ദർശിച്ചതാകാം, അതിലേക്കല്ല ഞാൻ പോകുന്നത്. പക്ഷേ സതീശൻ മതനിരപേക്ഷ നിലപാടിൽ ഉറച്ചു നിന്നാൽ അതിലേറ്റവും അധികം വേദനിക്കുന്നത് സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനുമല്ല, മറിച്ച് ലീഗിലെ ചില നേതാക്കന്മാരാണ്, ലീഗിന് ചില താല്പര്യങ്ങളാണ്. എവിടെയാണ് ലീഗിൻ്റെ ഈ താല്പര്യം ഇപ്പോൾ വന്നത്? ഇന്നിപ്പോൾ ലീഗിലേക്ക് അതിൻ്റെ താല്പര്യം വരാനുള്ള കാരണം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലേക്ക് ധാരാളം തീവ്രവാദികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ ഒരു ധാരണയിലെത്തിയത് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടാണ്. മൗദൂദിയുടെ ജമാഅത്തെ ഇസ്ലാമിയെ അടിവരയിട്ട് പറയുന്ന കാര്യം ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് തന്നെയാണ്. ജനാധിപത്യ രാഷ്ട്രീയം, ജനാധിപത്യ ഭരണ സംവിധാനം അനിസ്ലാമികമാണ്. അതാണ് മൗദൂദിയുടെ നിലപാടിൻ്റെ ആദ്യത്തെ കാതലായ അംശം. എങ്കിലേ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പാനൊക്കുള്ളൂ. ജനാധിപത്യ ഭരണകൂടം അനിസ്ലാമികമായതുകൊണ്ട് ദൈവികമായ ഭരണകൂടം സ്ഥാപിക്കണമെന്നാണ് മൗദൂദി പറഞ്ഞിരിക്കുന്നത്. ആ ആശയങ്ങളിൽ തന്നെ ഉറച്ചാണ് ജമാഅത്തെ ഇസ്ലാമി നിൽക്കുന്നത്.
ആ ആശയത്തിനാണ് അവർ പ്രചരണം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. താൽക്കാലികമായി ചില വിട്ടുവീഴ്ചകൾ അവർ ചെയ്തു എന്നുള്ളതല്ലാതെ അതിനപ്പുറം കടുവായ്ക്ക് വെജിറ്റേറിയൻ ആകാൻ കഴിയില്ല എന്ന് സതീശനും അറിയാം, ഈ പറയുന്ന എനിക്കും അറിയാം, ഇത് കേൾക്കുന്ന പ്രബുദ്ധരായ പ്രേക്ഷകർക്കും അറിയാം. കടുവായ്ക്ക് എന്തായാലും വെജിറ്റേറിയൻ ആകാൻ കഴിയില്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് മതേതരത്വമൊന്നും പറയാൻ പറ്റില്ല, അതൊരു വാസ്തവമാണ്. അപ്പോൾ സതീശൻ ഈ നിലപാടിൽ ഉറച്ചു നിന്നാൽ ആത്യന്തികമായി തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിഘാതമായി തീരും എന്ന് ലീഗിനറിയാം. രണ്ട്, സതീശനെ മുഖ്യമന്ത്രിയാക്കിയതിൽ തീർച്ചയായിട്ടും ലീഗിൻ്റെ നിലപാടിന് വലിയൊരു പങ്കുണ്ട്, അതിലൊരു തർക്കമുള്ളൊരു കാര്യമല്ല. പക്ഷെ അതുകൊണ്ട് മാത്രമാണോ കേരളത്തിലെമ്പാടും സതീശൻ മുഖ്യമന്ത്രിയാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രകടനങ്ങൾ നടത്തിയത് പൊതുസമൂഹമല്ലേ? ലീഗ് മാത്രമാണോ? ലീഗ് മാത്രമാണെങ്കിൽ അത് മലപ്പുറത്ത് മാത്രമായിട്ട് ഒതുങ്ങില്ലേ? അതല്ലെങ്കിൽ അതിനപ്പുറം വന്നാൽ കോഴിക്കോട്ടോ അതല്ലെങ്കിൽ കാസർഗോട്ടോ ചില പ്രദേശങ്ങൾക്കപ്പുറം ലീഗിന് എത്ര പ്രകടനം നടത്താൻ പറ്റും? ലീഗാണോ തിരുവനന്തപുരത്തും കൊല്ലത്തും പത്തനംതിട്ടയിലും ഒക്കെ പ്രകടനം നടത്തിയല്ല, പൊതുസമൂഹമായിരുന്നു. അപ്പോൾ സതീശനെ മുഖ്യമന്ത്രിയാക്കിയത് കേരളത്തിലെ പൊതുസമൂഹമാണ് എന്ന് സതീശന് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇന്നല്ലെങ്കിൽ നാളെ മതനിരപേക്ഷ നിലപാടിൽ താൻ ഉറച്ചു നിന്നാൽ തനിക്ക് നേരിടേണ്ടി വരുന്ന ഏറ്റവും കനത്ത വെല്ലുവിളി മുസ്ലിം ലീഗിൽ നിന്ന് തന്നെയാണെന്ന് സതീശനറിയാം. മുസ്ലിം ലീഗിൻ്റെ മതമൗലികമായ നിലപാടുകൾ, മുസ്ലിം ലീഗിന് മതമൗലികമായ നിലപാട് എന്ന് ഞാൻ പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. ഭീകരവാദത്തെ തീവ്രവാദത്തെ എതിർത്ത് നിൽക്കുന്നതിൽ പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ള പാർട്ടിയാണ് ലീഗ്. അതിലൊന്നും ഒരു തർക്കമുള്ളൊരു കാര്യമൊന്നുമല്ല. പക്ഷേ ലീഗിന് നേരിട്ടിരിക്കുന്ന പ്രശ്നം ലീഗിലേക്ക് നുഴഞ്ഞു കയറിയ മതമൗലികവാദികളാണ്. ലീഗ് ഇതിനു മുമ്പും പതറിയിട്ടുണ്ട്. അബ്ദുൽ നാസർ മദിനയുടെ PDP വന്നപ്പോൾ ലീഗ് പതറി. ആ കാലഘട്ടത്തിലാണ് കുഞ്ഞാലിക്കുട്ടി തോറ്റുപോയത്, മുൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന E.T. മുഹമ്മദ് ബഷീർ തോറ്റുപോയത്, MK മുനീർ തോറ്റുപോയത് ഒക്കെ ആ ഒരു കാലഘട്ടത്തിലാണ്. അപ്പം ശക്തമായ ഒരു വിഭാഗം മുസ്ലിങ്ങളിലെ ലീഗിനെതിരായി വന്നാൽ ഇവരൊക്കെ തോക്കുമെന്ന് PDP തന്നെ തെളിയിച്ചതാണ്. ഇപ്പോൾ ആ ഭാഗത്തേക്ക് വന്നിരിക്കുന്നത് SDPI ആണ്. PDP ദുർബലമായി. അതല്ലെങ്കിൽ അവർക്കെതിരായി നിൽക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. അപ്പോൾ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഭീകര പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഭീകരവാദം പറയുന്ന ആളുകളും മതമൗലികവാദം പറയുന്ന ആളുകളുമായിട്ട് ഒരു സമവായത്തിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ലീഗ് നേതാക്കന്മാരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് PMCയെ കയറി പിടിച്ച് സതീശനെ ചെറുതാക്കാനായി അവർ ശ്രമിക്കുന്നത്, UDFനെ വരുതിക്കാക്കാൻ ശ്രമിക്കുന്നത്. ആദ്യം ഒരു 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 പടത്തലവൻ അല്ലെങ്കിൽ ഈ UDFനെ നയിക്കുന്ന അല്ലെങ്കിൽ ഈ ഗവൺമെൻറ്റിനെ നയിക്കുന്ന ആളെന്നുള്ള നിലയിൽ ആദ്യം സതീശനെ അവർ നിർവീര്യമാക്കും, അതിനുശേഷം UDFനെ നിർവീര്യമാക്കും. ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലെ 5ാം മന്ത്രി വന്നതുപോലെ പലതും ഇനിയും കേരളത്തിൽ വരും. ലീഗ് അതിന് വഴിയൊരുക്കും. ആത്യന്തികമായി സംഭവിക്കുന്നത് UDFൻ്റെ പതനം തന്നെയായിരിക്കും. സതീശൻ UDFിൽ നിന്ന് വിട്ടുപോയാൽ അല്ലെങ്കിൽ സതീശനെ ഒതുക്കിയാൽ തങ്ങളുടെ ഒരു പാവയെ കൊണ്ടിരുത്തി കേരളം ഭരിക്കാം എന്ന് ലീഗ് കരുതും എന്നെനിക്ക് തോന്നുന്നില്ല. അഥവാ അവർ കരുതിയാൽ അത് ബുദ്ധിമുട്ടില്ല എത്തുകയുള്ളൂ. ഇവിടെ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിൻ്റെ പ്രശ്നം ഒരു സമവായത്തിൽ എത്തുക എന്നുള്ളതാണ്. തീവ്രവാദികളുടെ അടിസ്ഥാനപരമായ നിലപാട് ആവശ്യം PMCയിൽ നിന്ന് പിന്മാറണം. ആ നിലപാടാണ് മുസ്ലിം ലീഗ് പറയുന്നത്. അതിനപ്പുറമൊന്നും മുസ്ലിം ലീഗ് പറയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മൂന്നാമത് ഒരു അംശം കൂടിയുണ്ട്. ഇപ്പോഴത്തെ പാണക്കാട് തങ്ങൾ അദ്ദേഹം വളരെ ദുർബലനാണ്. പഴയ പാണക്കാട് തങ്ങൾ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ നിയന്ത്രിച്ചതുപോലെ സാദിഖ് അലി തങ്ങൾക്ക് മുസ്ലിം ലീഗിനെ തൻ്റെ വരുതിയിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. അദ്ദേഹം സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ പവർ സെൻറ്റർ ദുർബലമാകുമ്പോൾ ചെറിയ ചെറിയ പവർ സെൻറ്ററുകൾ പാർട്ടിയിലുണ്ടാകും. അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ലീഗ് നടക്കുന്ന പ്രവർത്തനങ്ങൾ. ഇവിടെ PMC അല്ല പ്രശ്നം, മറിച്ച് സതീശൻ നാളെ സ്വീകരിക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല, സാധ്യതയുള്ള മതനിരപേക്ഷ നിലപാട് തങ്ങളുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് എത്രമാത്രം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നതിനെക്കുറിച്ചുള്ള ലീഗിൻ്റെ യഥാർത്ഥ ആശങ്കയാണ് PMCയിൽ വന്നിരിക്കുന്നത്. PMCയെ ചാരി VD സതീശനെ അടിക്കാനും VD സതീശനെ നിർവീര്യനാക്കാനും ഒതുക്കാനും തങ്ങളുടെ വരുതിയിലേക്ക് ആദ്യം VD സതീശനെയും തുടർന്ന് UDFനെയും കൊണ്ടുവരാനുള്ള ശ്രമമാണ് ലീഗ് നടത്തുന്നത്. ഈ ശ്രമത്തിന് ആദ്യം ഒരുപക്ഷെ കോൺഗ്രസിൽ നിന്ന് ചില പ്രമുഖ നേതാക്കന്മാരുടെ പിന്തുണ അവർക്ക് കിട്ടിയേക്കാം. കാരണം കോൺഗ്രസ് നേതാക്കന്മാരെന്നും ഇരിക്കുന്ന കമ്പ് മുറിച്ച് താഴെ വീണ് അകാലചരമം പ്രാപിച്ച ഒട്ടേറെ ആളുകൾ കോൺഗ്രസിലുണ്ട്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. അതിനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. PMC വിവാദം ഇത് സർക്കാർ സ്കൂളിൽ PMC നടപ്പിലാക്കും എന്നതിനേക്കാൾ ഉപരി ലീഗിൻ്റെ അപ്രമാദിത്വം UDFിൽ സ്ഥാപിക്കാൻ അവർ നടത്തുന്ന തന്ത്രപരമായ പോരാട്ടത്തിൻ്റെ ഭാഗമാണ്. ആദ്യഘട്ടത്തിൽ അവർ വിജയിച്ചോ ഇല്ലേ എന്ന് തിരിച്ചറിയാനായിട്ട് കുറച്ച് ദിവസം കൂടി കാത്തിരിക്കേണ്ടി വരും.
PM ശ്രീ അവസാനിച്ചാൽ മറ്റൊരു ശ്രീ വരും, അല്ലെങ്കിൽ മറ്റൊരു ഇഷ്യൂ വരും. വീണ്ടും വീണ്ടും അവർ ഈ ഗവൺമെൻറ്റിനെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടിരിക്കും. തീവ്രവാദികളുടെ നിലപാട് അല്ലെങ്കിൽ മതമൗലികവാദികളുടെ നിലപാട് മാറുന്നതനുസരിച്ച്, അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് UDF ഗവൺമെൻറ്റിനെ നിലയ്ക്ക് നിർത്താനുള്ള ശ്രമം ലീഗിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. അവിടെയുള്ളൊരു പ്രശ്നം, അവർക്കിപ്പോൾ ഭയക്കേണ്ട കാര്യമില്ല. കാരണം LDF ദുർബലമായി കഴിഞ്ഞു. LDFിൻ്റെ നേതൃത്വത്തിൽ നിന്നും പിണറായി വിജയൻ മാറാൻ ഒരു വിദൂര സാധ്യത പോലും കാണുന്നില്ല. LDFിൽ പിണറായി കൊണ്ടുവന്നിരിക്കുന്ന ഒരു നല്ല നേതാവിനെ പോലും നമുക്ക് പേരെടുത്ത് പറയാൻ കഴിയുന്നില്ല. അപ്പം നേതാക്കന്മാരുടെ അഭാവം ശക്തമായി CPMലുണ്ട് എന്നുള്ളൊരു വാസ്തവമാണ്. യുവനിര ഏതാണ്ട് ദുർബലമായി കഴിഞ്ഞു, ശുഷ്കമായി കഴിഞ്ഞു. അവരെ കൊണ്ട് ജനങ്ങളിടയിലേക്ക് ഇറങ്ങി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വളർത്തിയെടുക്കുക അസാധ്യമാണ്. നെഗേഷൻ്റെ അല്ലെങ്കിൽ ഭരണവിരുദ്ധത്തിൻ്റെ വോട്ട് കിട്ടുന്നതിനപ്പുറം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണം എന്തായാലും കേരളത്തിൽ കുറഞ്ഞു വരികയാണ്. അത് ലീഗിന് ശക്തമായൊരു നിലപാട് സ്വീകരിക്കുന്നതിൽ അവർക്ക് സഹായകമായി എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പിന്നെ മറ്റൊരു പാർട്ടിയുള്ളത് BJP ആണ്. BJPയിലെ കാര്യങ്ങൾ CPMലേക്കാൾ കഷ്ടമാണ്. ഇപ്പോഴും BJPക്ക് നല്ല നേതാക്കന്മാരെ കൊണ്ടുവരാൻ സംസ്ഥാന തലത്തിൽ കൊണ്ടുവരാൻ കഴിയുന്നില്ല, പ്രാദേശിക തലത്തിലും കൊണ്ടുവരാൻ കഴിയുന്നില്ല. അവരുടെ ദേശീയ നേതാക്കന്മാർക്കൊക്കെ ഒട്ടേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം BJP അടിമുടി മാറിയെങ്കിൽ മാത്രമേ ഒരു മൂന്നാം മുന്നണി കേരളത്തിൽ ഉണ്ടാകുകയുള്ളൂ. അതിന് കഴിയണമെങ്കിൽ കേരളത്തിലല്ല തുടക്കം കുറിക്കേണ്ടത്, ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്നാണ്. അവിടെയുള്ള ആളുകൾക്ക് കേരളത്തിൻ്റെ യഥാർത്ഥ രാഷ്ട്രീയത്തെക്കുറിച്ച് തിരിച്ചറിവ് ഉണ്ടാകണം. അതുണ്ടാകുമ്പോൾ മാത്രമേ BJPക്ക് ഒരു മൂന്നാം മുന്നണിയായി ശക്തി പ്രാപിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ തൽക്കാലം ലീഗിൻ്റെ നിയന്ത്രണത്തിൽ UDF വരും എന്നാണ് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ എനിക്ക് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.